ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സ്വിസ്ബെറി കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന റെയിൻബോ കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മുൻപും റെയിൻബോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ 7 ലെയേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. ഇത് നമ്മൾ ഒരു 4 ലെയർ വെച്ചിട്ടുള്ള 1 kg വരുന്ന ഒരു റെയിൻബോ കേക്കാണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടാ. അപ്പോൾ അതുകൂടി നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആ അബദ്ധമൊക്കെ മാറ്റി കേക്ക് നല്ല സൂപ്പറായിട്ടുണ്ട്. കാണുമ്പോൾ ഇപ്പോൾ നല്ലൊരു ഭംഗിയില്ലേ. ഈ രൂപത്തിൽ എങ്ങനെ ആക്കിയെടുത്തതെന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പം നമ്മുടെ കേക്ക് ഞാൻ ദേ ഇവിടെ ക്രീമൊക്കെ തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗണാഷിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഈ വൈറ്റ് ചോക്ലേറ്റ് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടേൺ ടേബിൾ വെച്ചിട്ട് തന്നെ കേക്ക് ഒന്ന് ചെരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയും ഈ സൈഡ്സിൽ ഡിസൈൻ വരും, അതുകൊണ്ടാണ് ഫുള്ളും ചെയ്യാത്തത്. അപ്പോൾ റെയിൻബോ കേക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ പാലറ്റ് നൈഫിൽ എല്ലാ കളേഴ്സും ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഗണാഷിമേ ഈ ഒരു കളറ് വരും. വൈറ്റ് ചോക്ലേറ്റ് ആണല്ലോ, അപ്പോൾ ആ ഒരു കളറ് വരും. നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ കേക്ക് ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ സൈഡിലുള്ളതും ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു കളർ കൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും നോക്കണ്ട, കാരണം സൈഡിൽ ഡിസൈൻ വരുന്നത് കൊണ്ട്. അപ്പോൾ നമ്മുടെ 3-4 വീഡിയോകൾക്ക് മുൻപുള്ള റെയിൻബോ കേക്കിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടിട്ടാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം അതുപോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൈഡൊക്കെ ഫുള്ളും നമ്മുടെ 7 കളേഴ്സ് കൊണ്ട് ഫില്ലായി വരും. ഈ ഒരു സമയത്താണ് എനിക്ക് അബദ്ധം പറ്റിയത് കേട്ടോ. ഞാൻ നമ്മുടെ സൈഡിൽ ഡിസൈൻ ചെയ്യാനുള്ള കളേഴ്സൊക്കെ പൈപ്പിംഗ് ബാഗിലാക്കി അത് ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗണാശൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ച കേക്കിൻ്റെ മുകളിൽ തട്ടി. അപ്പോൾ ഒരു സൈഡിൽ ചെറുതായിട്ട് ദേ കാണുന്ന പോലെ കുറച്ച് ക്രീമും അതുപോലെ തന്നെ ആ ഗണാശൊക്കെ പോയി. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഏകദേശം കണ്ടോ ഈ ഇത്രയും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കേക്കിൻ്റെ ആ പെർഫെക്ഷൻ അത് ബാധിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ഡിസൈനായിട്ട് ചെയ്യുമ്പോൾ അതത്ര കാണില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ 5ാമത്തെ കളറും നമ്മൾ ഫില്ല് ചെയ്തു. ഏകദേശം നമുക്ക് ആ ഡാമേജ് പറ്റിയ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ച് കളർ കൂടി ഞാൻ ഫില്ല് ചെയ്തു. അപ്പോൾ ഏകദേശം റെഡ് കളറും കൂടി വരുമ്പോൾ നമ്മുടെ ആ ഒരു ഡാമേജ് കാണില്ല. ഇത് ഇങ്ങനത്തെ ഒരു കേക്ക് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് നമ്മൾ ഫുള്ളായിട്ട് ഗണാഷ് ഇങ്ങനെ മുകളിൽ വരുന്ന കേക്ക് ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്ന് വിഷമിച്ചു പോവും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് സംഭവം. നമ്മൾ ചെയ്യുമ്പോൾ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുമല്ലോ, മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഒരു ബേക്കറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത് അപ്പോൾ വേറൊരു ഓപ്ഷൻ നമ്മൾ കണ്ടെത്തണം. എന്തെങ്കിലും ഒരു ഡിസൈനോ അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത് ചെയ്യാനൊക്കെ ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ ഞാൻ കേക്കിൻ്റെ മുകളിൽ പേര് എഴുതുകയാണ്. പിന്നെ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു അബദ്ധം പറ്റി. അതും ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് മുകളിൽ ഗണാഷ് വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു. അതൊരു പാഷൻ ഫ്രൂട്ട് കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരു പാലറ്റ് നൈഫ് കൊണ്ടു ചെറുതായിട്ടൊന്ന് നീങ്ങി, അതായത് ഗണാഷ് ഒന്ന് മാറി. അപ്പോൾ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഗണാഷ് ഉള്ളത് കൊണ്ട് ഞാൻ വീണ്ടും അതൊന്ന് ഒഴിച്ച് അപ്പോൾ അത്ര അറിഞ്ഞിരുന്നില്ല കറക്റ്റായി. പിന്നെ നമ്മുടെ കേക്ക് സ്റ്റുഡിയോ മുകളിലാണ്, അതായത് നമ്മുടെ ഷോപ്പിൽ തന്നെ 2 ഫ്ലോറായിട്ടാണ്. മുകളിലാണ് കേക്ക് സ്റ്റുഡിയോ. അപ്പോൾ താഴത്തേക്ക് കേക്ക് നമ്മുടെ VC കൂളറൊക്കെ താഴെയാണ്. അപ്പോൾ കേക്ക് താഴത്തേക്ക് കൊടുക്കുമ്പോൾ സ്റ്റെപ്പിൻ്റെ പിടുത്തത്തുമ്മ കൊണ്ട് ഒരു സൈഡ് അങ്ങനെ പോയി. അപ്പോൾ ഞാൻ രണ്ടാമത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെറിയ ഒരു 6 പൂക്കൾ ഉണ്ടാക്കി ആ ഭാഗത്ത് വെച്ചു. അപ്പോൾ കേക്കിൻ്റെ ഭംഗി കൂടി ഒന്നും കൂടി നല്ല ഭംഗിയായി കേക്ക് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റും. അപ്പോൾ പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് പറ്റണം. അത് നമുക്ക് ചെയ്ത് അങ്ങനത്തെ സൊല്യൂഷൻസൊക്കെ മനസ്സിൽ വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അതൊക്കെ റെഡിയാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് 2 ചോക്ലേറ്റ് ഗാർണിഷുകൾ കൂടി വെക്കുന്നുണ്ട് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഭംഗി കൂട്ടാനായിട്ട്. ചെറിയൊരു ബോൾ കൂടി പേരെഴുതിയതിൻ്റെ സൈഡിലായിട്ട് തന്നെ വെച്ചു. പിന്നെ ഗോൾഡൻ ബോൾ കൊണ്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം സ്വിസ്ബെറി.